കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ആ ഉണ്ണി ഏത് രൂപത്തിലാണാവോ, അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയൊക്കെയുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ മഞ്ജുള വാരസ്യാരുടെ ആ ഒരു എന്താ പറയുക, ഭക്തിയുടെ പ്രതീകമായിട്ടൊന്നും കാണാൻ പറ്റുന്ന ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെയാണ്. രണ്ടും ഭക്ത ശിരോമണികളാണ്. ഒന്ന് വാഹനമാണ്, മറ്റേത് സതീർത്ഥനുമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭക്തന്മാരുടെ ഒരു കൂട്ടാണ് അവിടെ ആ മഞ്ജുളാല് എന്ന് പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കൊക്കെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് വലത് വശത്തെ ആദ്യത്തെ ആ തൂണും നോക്കി തൊഴുത്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത് തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, അത് നിത്യേനുള്ള ആ പ്രകാശം തന്നെയാണ്. സ്വർണത്തിൻ്റെ വിളക്കും വെള്ളിയുടെ വിളക്കിലൊക്കെ നെയ്യ് ഒഴിച്ച് നെയ്യ് വിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണുമ്പോൾ ആ ഭഗവാന്റെ ഓരോ ചേഷ്ടകൾക്കനുസരിച്ച് നെയ്ദീപങ്ങളും നൃത്തം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് അതിങ്ങനെ കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. 2 കാലിലും കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് കഴുത്തിൽ നല്ല മനോഹരമായ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു അതുപോലെ കയ്യിൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ കാതിലേക്ക് നോക്കിയാൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, തിരുനെറ്റിയിലെ ഗോപീതിലകം, അതേപോലെ ചുണ്ടിൽ നല്ല മന്ദഹാസമാണ്. എന്താ നല്ല രസമായിട്ടാണ്. ഇന്നലെ അതിവിശേഷമായിട്ടുള്ള കുവലയപീഠത്തിനെ കൊന്ന് കൊമ്പ് ഊരിയെടുക്കുന്ന കാഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണൻ അങ്ങനെ മുരളീധരനായിട്ടാണ്, വേണുഗോപാലനായിട്ട് നല്ല രസമായിട്ടുണ്ട്. അതേപോലെ പീലിത്തിരുമുടിയുണ്ട്, ഒരു പീലിയാണ് ചാർത്തിയിട്ടുള്ള കളവം കൊണ്ട്. പിന്നെ തിരുമുടിമാല 2 ഉണ്ട്. അത് വെളുത്ത പൂവും പിന്നെ തെച്ചിയും അതേപോലെ തന്നെയുള്ള 2. പിന്നെ ഉണ്ടമാല 1 അത് എന്താ വെച്ചാൽ തെച്ചിയും തുളസിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ തിരുമുമ്പിലാണ് എന്നങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന അവിടെ എത്തും. അതിനുള്ള മറുപടിയും പരിഹാരമൊക്കെ അവിടുന്ന് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ ആ ചുവരിൻ്റെ മുകളിലെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കുമൊക്കെ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ടു തൊഴുത് നമ്മൾ ശ്രീകൃഷ്ണനെയും കണ്ടു തൊഴാം, മുരുകനെയും കണ്ടു തൊഴാം, ഹനുമാൻ സ്വാമീനെ വന്ന് കണ്ടു തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും ആ കിടാവിളക്കൊക്കെ കത്തുന്നത് കണ്ടിട്ട് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് വരാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം. ആ മുരളീധരനെ ഒന്നുകൂടി കണ്ടു തൊഴുത് നമസ്കരിച്ച് നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് ആ ഉണ്ണിക്കണ്ണനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലൊക്കെ വന്ന് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.